ഞാൻ ഒരു രീതിയിൽ ചെയ്തിട്ടുമല്ല. എനിക്ക് അവർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണുന്നതല്ല എൻ്റെ ജീവിതം. നിങ്ങൾ കാണുന്നതേ അല്ല. ഇച്ചായനിപ്പം എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ രാത്രിയോ എന്തെങ്കിലും ആയിട്ട് എന്നെ എന്തെങ്കിലും രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറയാതെ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്തു തരാറുണ്ട്. അല്ലാതെ അതിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, ഞാൻ വർക്കിന് പോകുമ്പോൾ പൈസ ചോദിക്കുമെന്ന്. വർക്കിന് പോകുമ്പോൾ ഞാൻ പൈസ കൊടുക്കാറുണ്ട്. അത് ഇപ്പം ആര് വന്നാലും, ഇപ്പം എൻ്റെ അമ്മ വന്നാലും അപ്പം വന്നാലും എൻ്റെ അനിയൻ വന്നാലും എൻ്റെ കൂടെ ആര് വന്നാലും ഞാൻ മനസ്സിലാക്കണം, ഞാൻ കാരണമല്ല എൻ്റെ കുട്ടി പോണേ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അതുല്യ എന്ന പെൺകുട്ടി കുറച്ച് നാളിന് മുമ്പ് UAE വെച്ചിട്ട് റൂമിനകത്ത് അവരുടെ ജീവിതം അവസാനിപ്പിച്ചിട്ട് നിന്ന കാഴ്ച നമ്മൾ കണ്ടു, കരഞ്ഞു. ഒരുപാട് അതിനെക്കുറിച്ച് സംസാരം വന്നു. ഇതിപ്പോൾ നമ്മളതിനെ ഓർക്കുന്നില്ല. ആ ദിവസം എഴുതിയിട്ടുള്ളൊരു കവിതയാണിത്. തുടരും. നിന്നെ കൊന്നവർ ഞാനുണ്ട്, ഈ സമൂഹമുണ്ട്, പറ്റാത്ത ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിന്നെ അനുവദിക്കാത്ത നിൻ്റെ മാതാപിതാക്കളുമുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. ആക്ച്വലി എനിക്കിവിടെ പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, പറ്റാത്ത ബന്ധത്തിൽ നിന്നും ഇറങ്ങിപ്പോവുക. പക്ഷേ ഒരു കാര്യം, നമുക്ക് ഈ പറയുന്ന വാക്ക് പറ്റാത്ത ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വളരെ സിമ്പിളാണ്, ഇറങ്ങി പോയാൽ മതി. പക്ഷേ ആ പോകാൻ വേണ്ടിയിട്ട് പറ്റാത്ത തരത്തിലുള്ള ട്രോമാറ്റിക് വളരെയധികം ആഴത്തിലുള്ള ബന്ധം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, കുറേ അധികം കാര്യങ്ങളുണ്ട്. സമൂഹം വലിയൊരു ഫാക്ടറാണ്. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പം ഇത് സംസാരിക്കാൻ വന്നൊരു മാറ്റർ, ഈ ഒരു സംഭവം സംസാരിച്ചെങ്കിലും വിഷയം നമ്മുടെ മിറാക്കിൾ വ്ളോഗ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. പണ്ടത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ആദ്യകാലങ്ങളിൽ ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന സംഭവം ഈ ഒരു ചാനലുകളൊക്കെയാണ്. അന്ന് മല്ലു ഫാമിലി, മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്, അന്ന് ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു 5-6 വർഷത്തിലാവും ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട്. 2019 തുടങ്ങിയിട്ടുള്ളൊരു ചാനലാണ്. ഇതിൻ്റെ അകത്തുള്ള വീഡിയോ മിനിമം ഒരു 5 വർഷത്തിന് മേളിലെങ്കിലും ആവും, എനിക്ക് ഉറപ്പാണ്. അത് ഓൾഡസ്റ്റ് വീഡിയോ നോക്കട്ടെ. 5 years. അവർ ചെറിയ ബ്യൂട്ടി പരിപാടി, മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്നാണ്. അഥവാ ബ്യൂട്ടി, ഇന്നത്തെ ബ്യൂട്ടി പരിപാടികളൊക്കെ പറഞ്ഞ് നടത്തുന്നില്ല, അതുപോലെ വന്നൊരു കുട്ടിയായിരുന്നു. പക്ഷേ ആ കുട്ടി ഒരു ഇച്ചായൻ, അവരുടെ ഒരു കുഞ്ഞാറ്റ എന്ന് പറയുന്ന ആ കുട്ടി, അവരുടെ ഹസ്ബൻഡ് ഇച്ചായൻ എന്ന് പറയുന്ന അവരുടെ പലതരത്തിലുള്ള മൊമെൻറ്റ്സും സോഷ്യൽ മീഡിയക്കകത്ത് വളരെയധികം ചർച്ചയായിരുന്നു. അതിൽ നല്ലതിനേക്കാൾ ഏറെ ഇതിനകത്ത് പലതും അവരുടെ ലൈഫിൻ്റെ അകത്ത് നടന്നിട്ടുള്ള പല വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചില കോൺട്രവേഴ്സീസൊക്കെ ഫാമിലി വ്ളോഗിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ കുട്ടി വളരെയധികം സന്തോഷകരമായിട്ട് ഒരു ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സന്തോഷകരമായ ജീവിതത്തിൽ എത്തിക്കുന്നത് പറയുന്നത് വെച്ചാൽ, ഇന്ന് ആ കുട്ടി ഡിവോഴ്സ് ആയിരിക്കുന്നു. അപ്പോൾ ഡിവോഴ്സ് ആവുന്നതല്ല സന്തോഷകരമായ കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ജീവിതങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ് സന്തോഷം. അവർക്ക് അന്ന് വരെ കിട്ടാത്ത ഫ്രീഡം അത് പിന്നെ ലഭിക്കുന്നത് ഇതിലൂടെ തന്നെ ആയിരിക്കും. ഇവിടെ 3 ദിവസത്തിന് മുമ്പ് മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറയുന്ന ഈ ചാനലിൽ ആ കുട്ടി ഇട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. ഐ ആം വാക്കിംഗ് വിത്ത് മൈ ഓൺ പാത്ത്, ലീവിംഗ് ബിഹൈൻഡ് ടോക്സിക് പീപ്പിൾ ആൻഡ് ടോക്സിക് എനർജി. ഐ ആം എ divorced woman, not because it was easy, but because my life is worth more than silent suffering. Divorce is not a shame, it's a choice to live, to breathe, to grow. I am a social media influencer using my voice to share strength, hope and truth. Yes, society can judge and fear can whisper, but I know this, divorce is better than suicide. ഈ ഒരു വാക്ക്, ഡിവോഴ്സ് ഈസ് ബെറ്റർ ദാൻ സൂയിസൈഡ്, ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ആ വരി നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. സൂയിസൈഡിലേക്ക് പോകുന്നതിനെക്കാട്ടിലും ജീവിതം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ടും ആ ടോക്സിക് ആയിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനെക്കാട്ടിലും വലിയ കാര്യം എന്താ ചെയ്യാനുള്ളത്? ആ കുട്ടി ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഐ ചൂസ് ലൈഫ്, ഐ ചൂസ് പീസ്, ഐ ചൂസ് മീ. ഞാൻ എന്നെ തന്നെയാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ സമൂഹത്തിൻ്റെ ഒരു പിന്തുണയൊന്നുമല്ല കുട്ടി, അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടൊന്നുമില്ല. അന്ന് വേറെ ഏത് രാജ്യത്തൊക്കെ വർക്ക് ചെയ്യുന്നുള്ളത്. ഈ ഇച്ചായൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഇപ്പം രണ്ട് സെപ്പറേറ്റായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ കുട്ടി സപ്പോർട്ട് ചെയ്ത് ഇപ്പം അയാളെ അങ്ങ് കുറ്റം പറഞ്ഞ് കളയാം എന്നല്ല. ചിലപ്പോൾ രണ്ടുപേരുടെ വ്യക്തിപരമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ഈ കുട്ടി അദ്ദേഹത്തിന് മോശമായിട്ടൊന്നും അധികം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. നല്ല എൻ്റെ കുട്ടി പോയിട്ടും എൻ്റെ കയ്യിൽ എനിക്ക് എന്താ പറയുക, ഞാൻ എന്താ പറയുക, ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചായൻ എന്നെ സഹായിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യം എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനത് ഓർത്ത് കരഞ്ഞു പോയതാണ്. ഞാനത് ഓർത്ത് കരഞ്ഞു പോയതാണ്. അല്ലാതെ ഇച്ചായൻ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ ഇച്ചായൻ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. വീട്ടിലെ പണി ചെയ്യാൻ ഞാൻ ചെയ്യുമ്പോഴാണ് കംഫർട്ടബിള്. അല്ലെങ്കിൽ ഇച്ചായനിപ്പോൾ വേറെ ഒരു ഇതിനായിട്ട് നിൽക്കുന്നില്ല. അപ്പം എനിക്കത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിള്. ഇച്ചായൻ പണ്ടോട്ടേ അങ്ങനെ തന്നെയാണ്. അല്ലാതെ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. ഇച്ചായൻ ഒരു രീതിയിൽ ചെയ്തിട്ടുമല്ല. എനിക്ക് അവർ മാത്രമേ ഉള്ളൂ.
നിങ്ങൾ കാണുന്നതല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം നിങ്ങൾ കാണുന്നതേ അല്ല. ഇച്ചായനിപ്പം എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ രാത്രിയോ എന്തെങ്കിലും ആയിട്ട് എന്നെ എന്തെങ്കിലും രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറയാതെ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്തു തരാറുണ്ട്. അല്ലാതെ അതിനെ കൊണ്ട് യാതൊരു ഇത് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, ഞാൻ വർക്കിന് പോകുമ്പോൾ പൈസ ചോദിക്കുമെന്ന്. വർക്കിന് പോകുമ്പോൾ ഞാൻ പൈസ കൊടുക്കാറുണ്ട്. അത് ഇപ്പം ആര് വന്നാലും, ഇപ്പം എൻ്റെ അമ്മ വന്നാലും അപ്പം വന്നാലും എൻ്റെ അനിയൻ വന്നാലും എൻ്റെ കൂടെ ആര് വന്നാലും ഞാൻ മനസ്സിലാക്കണം, ഞാൻ കാരണമല്ല എൻ്റെ കുട്ടി പോണേ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ഇവർ തമ്മിലുള്ള ഒരു മുൻകാലങ്ങളിലാണെങ്കിൽ ഈ കുട്ടി നിരന്തരം കരഞ്ഞുകൊണ്ടും വിഷമിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ ഇടുമായിരുന്നു. അന്നത് കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ സോഷ്യൽ മീഡിയക്കകത്തടക്കം അന്ന് ഞാനടക്കം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനടക്കം ആ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ വീഡിയോ ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് എന്താ പറയുക, അതൊക്കെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ പോലും അതിനെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ശൈലി രീതിയൊക്കെ പണ്ട് കാലത്ത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ കുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം, അതിൻ്റെ ഒരു സഫർ ചെയ്ത് ഇത്രയും വളരെയധികം ബുദ്ധിമുട്ടി അനുഭവിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് പറയണം എന്നറിയത്തില്ല. എന്തായിരുന്നാലും ആ കുട്ടിക്ക് ഒരു പുതിയ ജീവിതം കിട്ടി. ഇനി ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഇപ്പം ഇതെല്ലാം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇപ്പം വന്നു, ആൾക്കാരെല്ലാവരും ഇതറിഞ്ഞു. പണ്ട് ഇവരുടെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം കമൻറ്റുകളും ഈ കുട്ടിയെ അല്ലെങ്കിൽ ഇവരെ മൊത്തത്തിൽ ഇതായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള തരത്തിലേക്കുള്ള കമൻറ്റായിരുന്നു. അതിനകത്ത് മിക്ക ദിവസങ്ങളിലും ഈ കുട്ടി കരയാത്തൊരു വീഡിയോ വളരെ കുറവായിരുന്നു. അങ്ങനെ അന്നൊരു പേര് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കരച്ചിലുള്ളോ എന്താ കുഞ്ഞാറ്റ കരച്ചിൽ എന്നങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിന് ശേഷം ഇന്ന് ആ കുട്ടി സ്വന്തം അധ്വാനത്തിൽ കഴിവിൽ അവർ ജോലി ചെയ്ത് അവർ മറ്റൊരു രാജ്യത്തെന്തോ പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. നല്ലൊരു ജീവിതം ലഭിക്കട്ടെ തീർച്ചയായിട്ടും. ഇന്ന് ഒരു സോഷ്യൽ മീഡിയക്കകത്ത് യൂട്യൂബിൻ്റെ അകത്തൊന്നും അധികം വീഡിയോസൊന്നും കാണാനൊന്നുമില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് പോലും ഈ വീഡിയോസൊന്നും അധികം ഇട്ട് കണ്ടിട്ടില്ല. നോക്കട്ടെ, ലേറ്റസ്റ്റ് വീഡിയോ ഇല്ല, 2 weeks ago അതിന് മുമ്പിട്ട വീഡിയോ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ അതൊന്നും അങ്ങനെയൊന്നുമില്ല. അതിനകത്ത് പിൻ ചെയ്യുന്ന കമൻറ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ് ഐ എം ഷുവർ you would have thought about it 1,000 times than anyone else. I'm sure you would have cried a lot and took this decision. Wishing you strength and healing. ഈ വേദന നിൽക്കുന്ന ആളിനുള്ള വേദന, ആ വേദന അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനകത്ത് വേറെ ആൾക്ക് കമൻറ്റ് ചെയ്യാനും പറ്റത്തില്ല. എങ്കിലും സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ ഇതൊക്കെ പല കാര്യങ്ങളും വരുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാത്ത സമയങ്ങളിൽ ഇപ്പോൾ ഈ കുട്ടി തന്നെ പറയും, നിങ്ങൾ ഈ കാണുന്നതേ അല്ല എൻ്റെ ജീവിതം. അപ്പം ഇവരാരും കാണാത്തൊരു ജീവിതം എൻ്റെ ഉണ്ടായിരുന്നുള്ള കാര്യം ഏറെക്കുറെ ഈ സംഭവങ്ങൾ ഈ പുള്ളിക്കാരനിലേക്ക് ഒരു ചോദ്യം വിരലിങ്ങനെ വയ്ക്കുന്ന രീതിയിൽ മുൻകാലങ്ങളിൽ തന്നെ ആ വീഡിയോസിൻ്റെ അകത്ത് പലയിടത്തും ചില ചേർച്ചയില്ലായ്മകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വാടക വീട്ടിലേക്ക് മാറുന്നു, സാധനങ്ങൾ മാറ്റുന്നു, അവിടെ നിന്ന് വീണ്ടും വേറെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസിലേക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാം. ഈ കുട്ടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കുടുംബത്തിന് വേണ്ടിയിട്ട്, പറയാതിരിക്കാൻ നിർത്തി. അതുകൊണ്ട് ആ കൊച്ചിൻ്റെ ജീവിതം ഇന്ന് അയാളിൽ നിന്നും അയാളെ നമുക്ക് കുറ്റം പറയണ്ട. അയാളുടെ ലൈഫ് ഇപ്പം ഇവരുമായിട്ട് ജീവിക്കുന്ന തരത്തിൽ ആ ഒരു നല്ലൊരു ബെറ്റർ ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ പരിമിതികളോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഇത് വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അകൽച്ചകളോ ഒക്കെ ഉണ്ടാവാം. പങ്കാളികളാണ്, 2 പേരാണ്, 2 വ്യക്തികളാണ്. അതിനകത്തൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞേ, നമുക്കിപ്പോൾ ഞാൻ എഴുതിയ വരികളുടെ അകത്ത് ആ താല്പര്യമില്ലാത്ത ബന്ധങ്ങളിൽ, പറ്റാത്ത ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകാം എന്നെനിക്ക് എഴുതി വയ്ക്കാം. പക്ഷേ ചില ബന്ധങ്ങൾ പറ്റത്തില്ല എന്നറിഞ്ഞിട്ടും ജീവിതകാലം മുഴുവൻ ആ ബന്ധത്തിൽ ജീവിച്ചു തീർക്കേണ്ടി വരുന്ന ചില ഹതഭാഗ്യരുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒന്നുകിൽ ആ കുടുംബത്തിനകത്ത് അവർക്കൊരു കുഞ്ഞുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. വളരെയധികം ട്രോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും അറിയാം. എങ്കിലും ആ വ്യക്തിയെ മാത്രം മനസ്സാ വരിച്ചു, ആ വ്യക്തി മാത്രമാണ് മനസ്സിനകത്തുള്ളത്, അയാൾ ഇല്ലാതെ പറ്റത്തില്ല. മനസ്സിലാകുന്നു. ചില മദ്യപാനികളായിട്ടുള്ള പുരുഷന്മാർ മദ്യപിച്ച് വന്ന് സ്ത്രീകളെ എടുത്തിട്ട് അടിക്കും, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കും, ഒക്കെ ചെയ്താലും ആ ഭാര്യയ്ക്ക് ആ ഭർത്താവിനെ കുറിച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, നീ ആരടി എൻ്റെ ഭർത്താവിനെ പറയാമെന്ന് പറയും. എന്തുകൊണ്ടെന്നറിയാമോ? ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹമാണ്, അല്ലെങ്കിൽ എന്നെ എടുത്ത് അടിച്ച് കളഞ്ഞിട്ട് പോകാനുള്ളതാണ്. സോ ഇതൊക്കെ ഇന്നും നടക്കുന്നുണ്ട്, ഇന്നലകളിൽ നടന്നിട്ടുണ്ട്, ഇനിയും നടക്കുമായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ പോകാതെ ആ ഒരു കുട്ടി അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പലർക്കും പറ്റാത്തതിൻ്റെ കാരണം ഇതുപോലുള്ള എന്താ പറയുക, ചില ബന്ധങ്ങളുടെ ആ ഒരു ആഴം അത് തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നല്ല തീരുമാനം. മുമ്പ് നിങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുമായിരുന്നു. അമലിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ട്. ക്യാഷ് ഉണ്ടാക്കാനും കുഞ്ഞാറ്റ ഓടണം. കണ്ടാ, ആൾക്കാർ പറയുന്നുണ്ട്, പണ്ട് മുതലേ കണ്ട ആൾക്കാരായിരിക്കും, ക്യാഷ് ഉണ്ടാക്കാനും കുഞ്ഞാറ്റ ഓടണം. അതിനിടെ പഠിക്കാൻ പോയി, പാവം മോൻ കുഞ്ഞാറ്റയുടെ അമ്മയുടെയും കയ്യിലും
കുഞ്ഞാറ്റയുടെ അമ്മയുടെ കയ്യിലും. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോൻ ഉറങ്ങിയ ശേഷം പഠിക്കാനിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഉണ്ടായ അബോർഷൻ, ശരിക്കും ശരീരവും മനസ്സും വിശ്രമിച്ചിട്ടില്ല ഒരിക്കലും. ആ സമയമൊക്കെ അമൽ ചുമ്മാ നടക്കുന്നു. അറ്റ്ലീസ്റ്റ് കുട്ടിയുടെ കാര്യം വീട്ടുകാര്യമെങ്കിലും നോക്കാമായിരുന്നു. കുഞ്ഞാറ്റയ്ക്ക് അബദ്ധം പറ്റി എന്ന് അന്നേ തോന്നിയിരുന്നു. ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ഗ്ലാസ് ചായ കുടിച്ചെന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു വ്യക്തിയെ കെട്ടിവെച്ച് കൊടുക്കുന്നൊരു പ്രത്യേകതര സമൂഹം. കല്യാണം എന്ന് പറയുന്ന സംഭവം, ഒളിച്ചോട്ടം എന്നുള്ള കാര്യം എന്തു ആയിക്കൊണ്ട് പോട്ടെ, ഒളിച്ചോട്ടങ്ങളിൽ നടക്കുന്നു, പ്രണയവിവാഹങ്ങൾ ഒരുപാട് നടക്കുന്നു, കല്യാണം ഒന്നും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരേണ്ടെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഇന്നും പൊതുസമൂഹത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടില്ല. രണ്ട് വ്യക്തികൾ ഇപ്പോൾ ഏത് തരത്തിലായിക്കോട്ടെ, ജെൻഡേഴ്സിൻ്റെ അവരവരോട് ഇഷ്ടപ്പെട്ട ഒരു ജെൻഡറിലുള്ള ഒരാളെ സ്ട്രെയിറ്റ് ആവാം, അല്ലാതെ ആവാം, അവരെ സെലക്ട് ചെയ്യണമല്ലോ. ആ ഒരു പങ്കാളിയെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ പങ്കാളിക്ക്, ഇപ്പോൾ ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂ എന്തോ ഒരു സംഭവം, ഒരു കോൺട്രവേഴ്സി നടന്നു. ഒരു വ്യക്തിക്ക് അയാളുടെ പങ്കാളിക്ക് വേണ്ട ചില ക്വാളിറ്റീസ് ഇന്ന സംഭവങ്ങളായിരിക്കണം എന്ന് പറയുന്നതിന് ചിലർ ടെസ്റ്റ് നടത്തി അതിനാരും എതിർത്തു എന്ന് പറഞ്ഞ സംഭവം അതിനെ വിശദമായിട്ട് പഠിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ പങ്കാളിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ള അടിസ്ഥാന ബോധം നമുക്ക് വേണം. അതുപോലെ തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കാര്യത്തിന് ഷെയറിങ്, നമ്മുടെ മെൻറ്റാലിറ്റി, നമ്മുടെ IQ, നമ്മുടെ വേ ഓഫ് തിങ്കിങ്, ആ മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ ശരിയായില്ല എങ്കിൽ എന്ത് കല്യാണം? എവിടെ ഇരിക്കുന്ന സൂര്യനും ശുക്രനും കുജനും ഒക്കെ ഉള്ള രീതിയിലേക്കുള്ള സംഭവം. അതല്ലാതെ കുറേയധികം റിലീജിയസ് ആയിട്ടുള്ള പലതരം പരിപാടികൾ കാരണം, പിന്നെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെ പലതരത്തിലുള്ള കല്യാണം. ഇതൊക്കെയാണോ ഒരു കല്യാണത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും കല്യാണം കഴിച്ചാൽ ശരിയാവും? സ്നേഹിക്കാം എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ ശരിയാവും? സ്നേഹം തന്നെയാണ് അടിസ്ഥാനമായിട്ട് ഇതിൻ്റെയൊക്കെ എല്ലാ ഘടകമായിട്ട് വന്നത്. എന്നാൽ ഈ ലോകത്ത് കല്യാണം കഴിച്ചവരും ഈ ലോകത്ത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരും എല്ലാവരും സ്നേഹിച്ചിട്ടല്ലേ വിവാഹം കഴിച്ചത്. എന്നിട്ട് എന്ത് പറ്റി? സോ ഇത് വളരെയധികം ഡിസ്കസ് ചെയ്യേണ്ട ഒരു വലിയൊരു ടോപ്പിക്കായി ഈ വിവാഹം എന്ന് പറയുന്ന സാധനം. അതിനൊരുപാട് മാറ്റങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരേണ്ട സംഭവങ്ങളാണ്. അത് ഈ കുട്ടിയുടെ ലൈഫിൻ്റെ അകത്ത് ഇവർ തമ്മിൽ വിവാഹം കഴിഞ്ഞോ, വിവാഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പം മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇതാണെങ്കിൽ അറിയുന്നവർ കമൻറ്റ് ചെയ്യും. അപ്പം അതിനുശേഷം ഇപ്പം ആ കുട്ടി സെപ്പറേറ്റഡ് ആയിരിക്കുന്നു. അത് പറഞ്ഞ കാര്യം വളരെയധികം സത്യമാണ്. ഞാൻ സൂയിസൈഡ് ചെയ്തതിനെക്കാട്ടിലും ഞാൻ ജീവിതം തിരഞ്ഞെടുത്തു, ഡിവോഴ്സ് തിരഞ്ഞെടുത്തു. ഡിവോഴ്സുകളായിട്ടുള്ള സ്ത്രീകൾ ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല. ഇതൊരു ഭയങ്കര ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ഈ ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീയും പുരുഷനും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഡിവോഴ്സ് ആയ സ്ത്രീകൾ അനുഭവിക്കുന്നതിൻ്റെ 1% എങ്കിലും ഡിവോഴ്സ് ആയ ഒരു പുരുഷന് പ്രശ്നം ഉണ്ടാവും? നിങ്ങൾ പറ. ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെ തെരഞ്ഞു പിടിച്ചിട്ട് അവരെ പലതരത്തിൽ വ്യക്തിഹത്യാപരമായിട്ടുള്ള കാര്യങ്ങളും അവരെ നശിപ്പിക്കുന്ന രീതിയിലും ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു സമൂഹത്തിൻ്റെ അകത്ത്. എന്നാൽ ഇതേ സ്ത്രീ മരിക്കുകയും അല്ലെങ്കിൽ ഇതേ സ്ത്രീ വിധവയോ അല്ലെങ്കിൽ ഡിവോഴ്സിയോ ഇല്ലേ, അതുപോലെ തന്നെ ഭാര്യ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഭാര്യ ഡിവോഴ്സ് ചെയ്ത് പോകപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് സമൂഹത്തിൽ ഏതെങ്കിലും ആണുങ്ങളെക്കുറിച്ച് ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞുകൊണ്ട് നടക്കുകയോ മോശം പറയുകയോ ചെയ്യോ? പറയൂ. അതാ പറഞ്ഞേ, നമ്മുടെ സമൂഹത്തിന് സത്യം പറയുന്നത് നമുക്ക് 2 കണ്ണാണ് ഉള്ളത്. 2 തരത്തിലാണ് കണ്ണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പ്രത്യേക തരം കാര്യങ്ങളിലകത്തൊന്നും, അല്ലാത്ത കാര്യങ്ങൾ മറ്റൊന്നും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഈ കുട്ടി ചെയ്തേക്കുന്നത് വളരെ സ്തുത്യർഹമായിട്ടുള്ള കാര്യമാണ്. അവരുടെ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് ഇതിങ്ങനെ തന്നെയാണ്. ഇനി അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ സാഹചര്യങ്ങളെക്കുറിച്ചോ ഇപ്പോഴെന്താണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളെന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല. എന്തായിരുന്നാലും അവർ വളരെയധികം അവരുടെ സ്നേഹത്തോടെ ഒരു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ഈ അബോർഷൻ നടക്കുന്ന മുൻപ് വീഡിയോ എനിക്ക് കണ്ടത് ഓർമ്മ വരുന്നുണ്ട്. അതിന്നും ആ കുട്ടി കരഞ്ഞ് ഒരുപാട് വീഡിയോസിൻ്റെ അകത്തൊക്കെ വന്നു നിന്ന ഓർമ്മയുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കുട്ടി. അത് നമ്മൾ വിസിബിളി ആ സമയങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് സത്യം. സോ നിങ്ങളുടെ ലൈഫുകളിലും ഒരുപാട് സോറഫുൾ മൊമെൻറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ സഹിച്ച് ജീവിക്കുന്നതായിരിക്കും, കഷ്ടപ്പെട്ട് ജീവിക്കുന്നതായിരിക്കും. വേണ്ട എങ്കിലും ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല. പിള്ളേർക്ക് വേണ്ടിയിട്ട് ജീവിക്കണമല്ലോ. വളരെയധികം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്വന്തം ഇതിനകത്ത് തന്നെ ഉണ്ടായിട്ടും വിട്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റാത്ത തരം ചില കെട്ടുപാടുകൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വിട്ടിട്ട് പോകാനും പറ്റത്തില്ല. അതിനകത്ത് ജീവിച്ച് തീർക്കേണ്ടി വരുന്ന സാഹചര്യം, കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ ദിവസങ്ങൾ, കരഞ്ഞ് മതിയായിട്ടുള്ള കണ്ണുകൾ, ഇങ്ങനെയും വെച്ചുകൊണ്ട് ജീവിക്കുന്ന നിങ്ങളുടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ നിങ്ങളുടെ അടുത്തും പറയാം, നിങ്ങൾക്കും എനിക്കും ആ നിങ്ങളെ വിവാഹം കഴിച്ചിരിക്കുന്ന നിങ്ങളുടെ പങ്കാളിക്കും എല്ലാവർക്കും ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അത് മറക്കരുത്. മരണത്തിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഉൾവിളി ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ജീവിക്കേണ്ട സമയത്ത് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. അത് എന്ത് തരം അതാണ് ഏറ്റവും വലിയ സമരം. ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സമരം. ആ സമരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ചിലതൊക്കെ കളഞ്ഞാൽ മാത്രമേ ചിലതൊക്കെ നിങ്ങൾക്ക് നേടാനും പറ്റുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നും കണ്ണുനീരെടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞത് അത് അത്ര നല്ല കാര്യമായിട്ട് ചിന്തിക്കേണ്ട. കാരണം ഒരു ജീവിതമേ ഉള്ളൂ. എന്നാണ് അടിച്ചു പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജീവിക്കുക.
സോ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്.